സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവി സ്ത്രീ എന്ന് പറയുന്നത് ശക്തി എന്നാണ് അതിനർത്ഥം. സ്ത്രീ എന്ന് പറയുന്നത് ഐശ്വര്യം എന്നാണ്. ഇപ്പൊ സ്ത്രീകളാണ് ഐശ്വര്യം. അപ്പൊ സ്ത്രീകളിൽ തന്നെ അവരുടെ ശക്തി സമാഹരിച്ചുകൊണ്ട് നമ്മൾ മീനച്ചിൽ SNDP യൂണിയൻ പുതിയ ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയാണ് ഈ ശാക്തേയൻ എന്ന പേരിട്ടുകൊണ്ട് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ഇപ്പം മീനച്ചിൽ SNDP യൂണിയന് പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാവർക്കും വോട്ടവകാശമുണ്ട്. പക്ഷെ ആ വോട്ടവകാശം നമ്മൾ വിനിയോഗിക്കുന്നത് ആളുടെ വ്യക്തിത്വം നോക്കിയല്ല, മറിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കി, രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം നോക്കി അവർക്ക് അനുകൂലമായുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഭൂരിപക്ഷ സമുദായമായ ഈഴവ സമുദായത്തിന് എന്ത് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള വളരെ ഗൗരവകരമായ ചർച്ച ഈ സമ്മേളനങ്ങൾ ഉയർന്നു വരികയാണ്. തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മുടെ ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യം കിട്ടുന്ന രീതിയിൽ ഓരോ പഞ്ചായത്തിലും സീറ്റ് വിഭജിച്ച് മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് മത്സരിച്ച് നമ്മുടെ അംഗങ്ങൾ ഈ വരുന്ന ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ, ഒരു വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഈ ശാഖയിൽ പോലും നമുക്ക് 5 വനിതാ അല്ലെ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളല്ല ശാഖാ ഭാരവാഹികളെ വിളിച്ച് ആദരിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകണം. അതിനുവേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രവർത്തിച്ച് ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ അടുത്ത മീറ്റിങ്ങുകൾ കഴിഞ്ഞ മെയ് 10-ാം തീയതി നടക്കുന്ന മീറ്റിങ്ങിനകത്ത് അതിന്റെ കാലാവസ്ഥ അനുസരിച്ച്, കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണെങ്കിൽ നമ്മളൊരു പ്രകടനത്തോടു കൂടിയായിരിക്കും മീറ്റിംഗ് ആരംഭിക്കുന്നത്. ഏകദേശം 5000-നും 10,000-നും ഇടയ്ക്കുള്ള വനിതകളെ നിരത്തിലിറക്കിക്കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളിൽ കാണിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ സമുദായം സംഘടിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ രാഷ്ട്രീയ തലത്തിൽ നമുക്ക് നേട്ടമുണ്ടാകുള്ളൂ. നമ്മളെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സംഘടനയുടെ കീഴിൽ, മഞ്ഞക്കൊടിയുടെ കീഴിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് സീറ്റ് മേടിക്കുക. അപ്പൊ ആ മഞ്ഞക്കൊടിയുടെ വില എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുക. അതുപോലെ നമുക്ക് വേറൊരു കാര്യം പറയുക, അടുത്ത ദിവസം നമ്മുടെ ഈ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കാണാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. കുടൽമാണിക്യം ക്ഷേത്രം. ആ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നും സവർണ മേധാവിത്വം ഒടികുത്തി വാഴുന്നു എന്നുള്ളതാണ്. 100 വർഷങ്ങൾ 137 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെതിരായിട്ട് നമ്മുടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്തൊരു പ്രതിഷ്ഠ നടത്തി, ശിവലിംഗ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇത്രയേറെ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സവർണ മേധാവിത്വത്തിനെതിരെ നമ്മുടെ ഈഴവജാതിയിൽപ്പെട്ട ഒരു ബാലു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അവിടെ ദേവസ്വം ബോർഡിൽ നിയമിച്ചു കഴിഞ്ഞപ്പോൾ ദേവസ്വം റിക്രൂട്ട്മെന്റ് അനുസരിച്ച് സർവ്വ പരീക്ഷകളും എഴുതി പാസ്സായി ഗവൺമെന്റ് ദേവസ്വം അവിടെ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭഗവാന്റെ ദേഹത്ത് മാറ്റാനുള്ള മാല ചാർത്തിയാൽ 5 ബ്രാഹ്മണർ അല്ലെ 5 മേൽജാതിക്കാർ 6 മേൽജാതിക്കാരുള്ള ആ തന്ത്രിത്വം ഇനി അവിടെ നടത്തുകയാണ്. അടുത്ത പ്രതിഷ്ഠാവാർഷികം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ആളിനെ ഇവിടുന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞപ്പോൾ
അവിടുത്തെ കമ്മിറ്റിക്കാർ അദ്ദേഹത്തെ ഓഫീസിലേക്ക് മാറ്റിക്കൊണ്ട് ഭഗവാന്റെ ദേഹത്ത് ചാർത്തുന്ന മാലയ്ക്ക് വീണ്ടും സവർണനെ നിയമിച്ചുകൊണ്ടുള്ള ആ ഉത്തരവ് ഇറക്കിയില്ല. എന്നാൽ പോലും അത് നിയമിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്നത്തെ രീതിയിൽ ആ അമ്പലം ഓടുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം,